നമസ്കാരം, നിഖിലാണ്. നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. പക്ഷേ എല്ലാവരും കൃത്യമായാണോ അത് ചെയ്യുന്നത്? ആണോ? ഒരു നിമിഷം ചേട്ടൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ചേട്ടൻ കൃത്യമായിട്ടാണോ ചെയ്യുന്നത്? ചേട്ടൻ ഒരു ഏജൻസിക്ക് ജസ്റ്റ് ഒരു പൈസ കൊടുത്തിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, അവർ കുറേ ലീഡ് തരുന്നു അല്ലാതെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയാണോ ചേട്ടൻ ഉപയോഗിക്കുന്നത്? അല്ല. ചേട്ടൻ കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ ബിസിനസിന്റെ വളർച്ച ഈ ലെവലിൽ മാത്രം എത്തിയാൽ പോരാ, ഇതിലും കൂടുതലെത്തും. അപ്പോൾ അതിന് ചേട്ടന് കൃത്യമായ ധാരണ വേണം. നിങ്ങളുടെ ബിസിനസിന്റെ കസ്റ്റമേഴ്സ് ആരാണ്, നിങ്ങളുടെ ബിസിനസിന്റെ സെല്ലിംഗ് പോയിന്റ് എവിടെയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അതിനകത്തൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ എയുടെ കസ്റ്റമർ ഓഡിയൻസ് ആരൊക്കെയാണ്, എയുടെ കസ്റ്റമർ ഓഡിയൻസ് ആരൊക്കെയാണ് ശരിക്കും, അതിൻ്റെ ഏജ് ഗ്രൂപ്പ്, അതിൻ്റെ ഒരു ജോബ് റോൾസ്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ്, അങ്ങനെയുള്ള കൃത്യമായ രീതിയിൽ ഫേസ്ബുക്കിലും മറ്റേടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമുക്ക് ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡ്വർടൈസ് ചെയ്താൽ മാത്രം നമ്മുടെ ഓഡിയൻസിലേക്ക് കൃത്യമായി നമ്മുടെ പരസ്യം കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ കുറേ ആളുകൾ നമ്മുടെ പരസ്യം കാണുന്നു പോകുന്നു. അതായത് ഫേസ്ബുക്കിൽ ഏകദേശം 17-ലധികം പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട്. ആ പ്ലേസ്മെന്റ്സിൽ 1, 2, 3 പ്ലേസ്മെന്റ്സ് മാത്രം വളരെ വൃത്തിയായി നമ്മൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസിന്റെ ഇപ്പോൾ കിട്ടുന്ന ഗ്രോത്ത് വളരെയധികം കൂടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ആഡ് പെർ ഡേ 1000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 17 പ്ലേസ്മെന്റിലേക്ക് പോകുമ്പോൾ ആ 1000 റുപ്പീസിനെ സ്പ്ലിറ്റ് ചെയ്ത് പോവാം. പകരം 1, 2, 3 പ്ലേസ്മെന്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആ 1000 രൂപ വളരെയധികം കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തന്നെ അതിന് യൂട്ടിലൈസ് ചെയ്യപ്പെടും. സോ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഡിജിറ്റൽ ഏജൻസിയുമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡിസ്കഷനിൽ പോയി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. എന്നിട്ടിത് നിങ്ങൾ കറക്റ്റായിട്ടാണോ ചെയ്യാമെന്നൊന്ന് ചെക്ക് ചെയ്തേക്കോ. എന്നിട്ട് ഇത് നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു 4-5 ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോളോ ചെയ്യുക. താങ്ക്